പ്രത്യേക വാർത്തകൾ ആരംഭിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനുണ്ടാകും. കെ സുധാകരൻ മാറിയേക്കും. ഏപ്രിലിന് മുൻപ് തീരുമാനമുണ്ടാകാൻ സാധ്യത. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സർവേ നടത്തി ഹൈക്കമാൻഡ്. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷനാകും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ്. ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ഫോണിലെ ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി. ഉമ്മയുടെ മൊഴിയെടുത്ത് കൂടുതൽ വ്യക്തത വരുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. മരിച്ചത് വടക്കാഞ്ചേരി സ്വദേശി സേവ്യർ. കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യം. പ്രതി വിഷ്ണു ഒളിവിൽ. വിഷ്ണുവിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഫിലിം ചേംബറിന്റെ നീക്കം. റിലീസ് ദിവസം സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനം. ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായാണ് സിനിമാ പണിമുടക്ക്. ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം. ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനായി നിയമിച്ച് ഉത്തരവിറക്കി. നിയമനം ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയവേ. വകുപ്പ് മേധാവി പോലും ആകാത്ത ഷൈജയെ നിയമിച്ചത് സീനിയോറിറ്റി മറികടന്നുകൊണ്ടെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. തെലങ്കാന നാഗർ കുർണൂലിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിലെ തുരങ്കമിടിഞ്ഞ് ഉള്ളിൽ കുടുങ്ങിയ 8 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള സാധ്യത മങ്ങുന്നു. ടണലിന്റെ അവസാന 40 മീറ്റർ വരെ എത്തിയ 20-അംഗ സംഘം മടങ്ങി. തൊഴിലാളികളെ രക്ഷിക്കാനുള്ള സാധ്യത മങ്ങുന്നുവെന്ന് രക്ഷാദൗത്യം. അപകടം നടന്ന ഭാഗത്ത് നിന്ന് 200 മീറ്ററോളം തുരങ്കത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതുഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന. ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നടപടി. രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ കരാറിൽ നടത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന് മികച്ച തുടക്കം. ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുത്ത കേരളം തുടക്കത്തിൽ തന്നെ വിദർഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു. 15 റൺസ് എടുക്കും മുൻപ് വിദർഭയ്ക്ക് 2 വിക്കറ്റ് നഷ്ടമായി. ഒടുവിലെ വിവരമനുസരിച്ച് വിദർഭ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ്. രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ തൃപ്തികരമാണെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് വത്തിക്കാൻ മെഡിക്കൽ അപ്ഡേറ്റ്. ഓക്സിജൻ തെറാപ്പി തുടരുകയാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ മാർപ്പാപ്പ ശ്രദ്ധ ചെലുത്തിയെന്ന് വത്തിക്കാൻ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈറ്റ് ഹൗസിൽ ചേരും. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ക്യാബിനറ്റ് അംഗമല്ലാത്ത ഇലോൺ മസ്കും യോഗത്തിൽ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഡൽഹിയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പ്രതിപക്ഷ നേതാവ് അതീഷി അടക്കം 11 ആം ആദ്മി MLA-മാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തേക്കാണ് MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. മദ്യനയ അഴിമതിയിലെ CAG റിപ്പോർട്ട് സഭയിൽ വെച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിപക്ഷ ബഹളം. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിന് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. 2 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾ തുടരവേ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തിറക്കി. വർത്തമാനം വിത്ത് ലിസ് മാത്യു എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം പോഡ്കാസ്റ്റാണ് പുറത്തിറങ്ങിയത്. രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും
കേരളത്തിന്റെ ജനമനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ താൻ ഉണ്ടാകുമെന്നുമാണ് തരൂർ പറയുന്നത്. ഇന്ന് മഹാശിവരാത്രി. പിതൃതർപ്പണ പുണ്യം തേടി ആയിരങ്ങൾ. ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. മഹാകുംഭമേളയ്ക്കും ഇന്ന് സമാപനമാകും. പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുന്നു. ഇതുവരെ എത്തിയത് 63 കോടിയിലേറെ തീർത്ഥാടകരെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേളയിൽ ഭക്തജന പ്രവാഹം. ഇതുവരെ 64 കോടിയിലധികം പേർ മഹാകുംഭമേളയ്ക്ക് എത്തിച്ചേർന്നതായി അധികൃതർ അറിയിച്ചു. മഹാശിവരാത്രി കൂടി കഴിയുന്നതോടെ ഈ കണക്ക് 66 കോടി കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് ചേലപ്പാറത്ത് കടുവയുടെ ജഡം കണ്ടെത്തി. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് വനം വകുപ്പ് അറിയിച്ചു. പട്രോളിങ്ങിനിടെയാണ് വാച്ചർമാർ ജഡം കണ്ടെത്തിയത്. കടുവകൾ തമ്മിലുള്ള സംഘട്ടനമാകാം മരണകാരണമെന്നാണ് നിഗമനം. കണ്ണൂർ ചാലോട് കുറുക്കന്റെ ആക്രമണത്തിൽ വലങ്ങിയ നാട്ടുകാർ. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. കണ്ണൂർ ആറളത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി ലീല ദമ്പതികളുടെ മക്കൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി സർക്കാർ. പ്രഖ്യാപിച്ച 20 ലക്ഷം ധനസഹായത്തിന്റെ മുന്നോടിയായാണ് 4 മക്കൾക്കായി ചെക്ക് കൈമാറിയത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിൽ. അജയ് കൃഷ്ണൻ, നീതു കൃഷ്ണൻ എന്നിവരെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. 0.94 ഗ്രാം MDMA-യും 4 ഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മാരക ലഹരി ഗുളികയുമായി യുവാവ് അറസ്റ്റിൽ. തെക്കൻ മൈനാഗപ്പള്ളി സ്വദേശി ശ്രീഹരിയാണ് അറസ്റ്റിലായത്. ഭ്രാന്തിന് ഉപയോഗിക്കുന്ന 100 മാരക ഗുളികയാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നും ഷൂ വാങ്ങുന്നതിന്റെ മറവിലാണ് ഗുളികകൾ കടത്തിയിരുന്നത്. ശാസ്താംകോട്ട എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി പരിശോധന ശക്തമാക്കി തൃശൂർ റൂറൽ പോലീസ്. കഴിഞ്ഞ 3 ദിവസമായി തൃശൂരിൽ നടന്നുവരുന്ന പരിശോധനയിൽ 28 കിലോഗ്രാം കഞ്ചാവും 17 ഗ്രാം MDMA-യുമാണ് പിടികൂടിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന. മലപ്പുറത്ത് വൻ മയക്കുമരുന്നുവേട്ട. കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ നിന്നാണ് 544 ഗ്രാം MDMA-യും 875 ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടിയത്. മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ച MDMA-യുമായി അറസ്റ്റിലായത്. പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് ലഹരി ശേഖരം പിടികൂടി. ബംഗളൂരുവിൽ നിന്നും എത്തിച്ച ലഹരി മരുന്ന് കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. മലപ്പുറം മഞ്ചേരിയിലെ ലാഡർ മാളിൽ ഒരു സംഘം യുവാക്കളുടെ പരാക്രമം. MDMA വേണോ എന്ന് ചോദിച്ച് മോളിലെത്തിയ യുവാക്കൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആളുകളെ കുത്തുകയായിരുന്നു. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മാളിന് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഇടപെട്ട അക്രമികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് റിട്ടയേർഡ് ASIയുടെ കൊലപാതകത്തിൽ ശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര കോടതി. റിട്ടയേർഡ് ASI മനോഹരൻ കൊലക്കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പ്രതികൾ മനോഹരനെയും ഭാര്യയെയും കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു. വിയൂർ സ്വദേശി രമേശ് ബാബുവാണ് മരിച്ചത്. സുഹൃത്തുക്കൾ ചേർന്ന് ഓട്ടോറിക്ഷയിൽ ഉത്രാളിക്കാവ് പൂരം കാണാനെത്തിയതായിരുന്നു. വെടിക്കെട്ടിന് ശേഷം ട്രാക്കിലൂടെ പോകവെയാണ് അപകടം. സുഹൃത്ത് അരുണിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രമേശ് ബാബു മരിക്കുകയായിരുന്നു. കണ്ണൂർ
കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബോയ്സ് ഹോസ്റ്റലിന് സമീപം തീപിടിച്ചു. ഹോസ്റ്റലിന് സമീപത്തെ പുൽമേട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തീയണച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ ദമ്പതികൾ അറസ്റ്റിൽ. അഖി, ഭാര്യ അഞ്ജു എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ SN എന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലാണ് സ്വർണം പണയപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. മംഗളൂരു ഉള്ളാലിലെ കൊട്ടേക്കർ സഹകരണ ബാങ്ക് കവർച്ചാ കേസിൽ സൂത്രധാരന്മാരായ 2 പേർ അറസ്റ്റിലായി. നിരവധി കേസുകളിൽ പ്രതിയായ ഭാസ്കർ ബെൽച്ചപ്പാട്ട, മുഹമ്മദ് നസീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഭാസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 3.25 ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു. ഇടുക്കി കൂട്ടാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കമ്പംമെട്ട് CI ഷമീർ ഖാനെ സ്ഥലം മാറ്റി. കൊച്ചി സിറ്റി സൈബർ സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുതുവത്സരത്തിന്റെ തലേന്നാണ് ഷമീർ ഖാൻ ഓട്ടോ ഡ്രൈവറായ കുമരകംമെട്ട് സ്വദേശി മുരളീധരനെ മർദ്ദിച്ചത്. ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലും ഷമീറിനെതിരെ ആക്ഷേപമുയർന്നിരുന്നു. കാസർഗോഡ് ചേലോടെ ചെമ്മനാട് പദ്ധതിയിൽ പഞ്ചായത്തുമായി കൈകോർത്ത് ജർമ്മൻ സംഘം. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാതിൽപ്പടി മാലിന്യ ശേഖരണം, സംസ്കരണം, മാലിന്യത്തിന്റെ ഗുണനിലവാരം, റീസൈക്ലിംഗ് തുടങ്ങിയവ പഠിക്കുന്നതിന് വേണ്ടിയാണ് ജർമ്മൻ സംഘം സഹായിക്കുന്നത്. തിരഞ്ഞെടുത്ത വാർഡുകളിൽ പഠനത്തോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിശീലനവും നൽകി. NCP അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച തോമസ് കെ തോമസിന് പിന്തുണ നൽകി 14 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ ദേശീയ നിരീക്ഷകൻ ജിതേന്ദ്ര ആവാദിനെ അറിയിച്ചു. നേതാക്കളുടെ അഭിപ്രായങ്ങൾ ശരത് പവാറിനെ അറിയിക്കുമെന്ന് ജിതേന്ദ്ര ആവാദ്. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം UTFന് ആത്മവിശ്വാസമാണ് പകരുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDF വിജയിക്കുള്ളൂവെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ചുങ്കത്തറ പഞ്ചായത്തിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ പണമിറങ്ങിയ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമമെന്ന് CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ. ചുങ്കത്തറ സർവീസ് ബാങ്കിലെ 33 ലക്ഷം കുടിശ്ശിക അടച്ചു തീർക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഒരംഗത്തെ ചാക്കിട്ട് പിടിച്ചതെന്നും T രവീന്ദ്രൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച KK ശിവരാമൻ. ആശാവർക്കർമാരുടെ ശമ്പള വർധനയിൽ കണ്ണു തുറക്കാത്ത സർക്കാർ ലക്ഷങ്ങൾ വാങ്ങുന്നവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുവെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയ CPIM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. തൃശൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി തീപ്പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന ആവശ്യവുമായാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം 3 കൂടിയ സെന്ററിൽ സമാപിച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ആഴക്കടൽ മണൽ ഖനന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് RSP നടത്തുന്ന തീരദേശ ജാഥ ഫെബ്രുവരി 26-ന് നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മഹാരാജാസ് കോളേജിന് ഓട്ടോണോമസ് പദവി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കി UGC. 2030 മാർച്ച് വരെയുള്ള ഓട്ടോണോമസ് പദവി അംഗീകാരമാണ് കോളേജിന് ലഭിച്ചിരിക്കുന്നത്. വിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലുള്ള PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി.
ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കോടതി വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും. അതേസമയം PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി ICUവിൽ തുടരുകയാണ്. പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. തൃശൂർ കാഞ്ഞാണിയിൽ മണലൂർ മണ്ഡലം 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് KK ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാനരചയിതാവ് R പീതാംബരനെ DCC സെക്രട്ടറി BK ജയറാം ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ആല വില്ലേജ് ഓഫീസ് മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. വില്ലേജ് ഓഫീസർ കൃഷ്ണകുമാരിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും മന്ത്രി അനുമോദിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കുന്നത്തൂർ താലൂക്ക് പൊതുയോഗവും അംഗത്വ വിതരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് കവലയിൽ നിന്ന് സ്വീകരണ ഘോഷയാത്രയോടെയാണ് പരിപാടി തുടങ്ങിയത്. കാസർഗോഡ് 3ാമത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റിൽ കൊച്ചിൻ കസ്റ്റംസ് ജേതാക്കൾ. നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കേരള പോലീസിനെ പരാജയപ്പെടുത്തിയാണ് നേട്ടം. ആദ്യ സെറ്റിൽ മാത്രം അല്പം മികച്ചു നിന്ന കേരള പോലീസ് 3ഉം 2ഉം സെറ്റുകളിൽ തകർന്നടിയുകയായിരുന്നു. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു. +2ഉം അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യതയും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം മാർച്ച് 15-ന് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് പരിധിയിലുള്ള യോഗ്യരായ വനിതകളിൽ നിന്നും അംഗനവാടി ക്രഷ് ഹെൽപ്പർമാരുടെ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. അപേക്ഷകർക്ക് 2025 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകേണ്ടതും 35 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. അപേക്ഷകൾ മാർച്ച് 2-ന് മുൻപ് നൽകണം. രണ്ടാഴ്ചക്കിടെ അതിശൈത്യം മൂലം ഗാസയിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള 6 കുഞ്ഞുങ്ങൾ മരിച്ചതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു. തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാത്ത താൽക്കാലിക കൂടാരങ്ങളിലാണ് ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് ഒടുവിൽ മരിച്ചതെന്ന് ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചു. അതിജീവനത്തിന്റെ കഥ പറയുന്ന പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചു. മനോജ് കുമാറാണ് സംവിധായകൻ. മനോജ് കുമാറും നവാസും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. വീരയുടെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ പ്രദർശന തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 24-നാണ് ചിത്രം ലോകവ്യാപക പ്രദർശനത്തിനൊരുങ്ങുന്നത്. സാക്ഷി വൈദ്യയാണ് നായിക. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം ചിത്രം പ്രദർശിപ്പിക്കും. ഒരു സമ്പൂർണ്ണ വർണ്ണാഭ വിനോദ ചിത്രമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ദുബായിലെ ബസ് സ്റ്റേഷനുകളിലും മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി RTA. ഇത്തിസലാത്തുമായി സഹകരിച്ച് 17 സ്റ്റേഷനുകളിലും 12 മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലുമാണ് സൗകര്യമൊരുക്കിയത്. ബാക്കിയുള്ള സ്റ്റേഷനുകളിൽ ഈ വർഷം പകുതിയോടെ വൈഫൈ സ്ഥാപിക്കുന്നത് പൂർത്തിയാകും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗേറ്റ് സേവനത്തിന് തുടക്കം കുറിച്ചു. മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ-ഇടപെടലില്ലാതെ യാത്രാ നടപടിക്രമങ്ങൾ യാന്ത്രികമായി പൂർത്തിയാക്കുന്ന ഗേറ്റുകൾ ഉൾപ്പെടുന്ന ഗേറ്റ് സേവനമാണ് ആരംഭിച്ചത്. ഷാർജയിൽ കെട്ടിടം വാടകയ്ക്കെടുക്കുന്ന സേവനങ്ങൾക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. കെട്ടിട വാടക കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ 7-ൽ നിന്ന് 3 കുറയ്ക്കുകയും ചെയ്തു. ഫ്ലാറ്റോ കെട്ടിടമോ വാടകയ്ക്കെടുക്കാൻ ഇനി ഓഫീസിൽ കയറിയിറങ്ങേണ്ടതില്ല. നേരത്തെ 5ഓളം ഓഫീസുകൾ കയറിയിറങ്ങേണ്ടിയിരുന്ന സേവനം ഡിജിറ്റലാക്കി. എമിറേറ്റിലെ താമസക്കാർക്ക് വിസ പുതുക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കി GDRFA. സലാമ എന്ന് പേരിട്ട പുതിയ പ്ലാറ്റ്ഫോമിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ വിസ പുതുക്കാം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് സലാമ വഴി സംവിധാനം.
ഷവോമിയുടെ പുതിയ മോഡലായ ഷവോമി 15 അൾട്ര വ്യാഴാഴ്ച ചൈനയിൽ അവതരിപ്പിക്കും. 15 അൾട്രയുടെ ഡിസൈൻ വെളിപ്പെടുത്തുന്ന ഔദ്യോഗിക ചിത്രങ്ങളും മറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. ക്യാമറ സജ്ജീകരണത്തിൽ 4 സെൻസറുകളും ഒരു LED ഫ്ലാഷ് സ്ട്രിപ്പും ഉൾപ്പെടുന്നു. ആൻഡ്രോയിഡ് 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 16 GB റാം, 8 എലൈറ്റ് പ്രോസസ്സർ എന്നിവയാണ് ഫോണിന്റെ മറ്റ് പ്രത്യേകതകൾ.